ആദ്യ ചിത്രമായ 16-ാം വയതിനിലെ എന്ന ഒരൊറ്റ സിനിമ കൊണ്ട് തമിഴ് ചലച്ചിത്ര ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ച സംവിധായകനാണ് ഭാരതരാജ. എന്നാൽ അദ്ദേഹം വെറുമൊരു ഗ്രാമീണ സിനിമകളുടെ സംവിധായകൻ മാത്രമായിരുന്നില്ല. കരിയറിന്റെ തുടക്കത്തിൽ തനിക്ക് നേരെ ഉയർന്ന വിമർശനങ്ങളെ തന്റെ അസാമാന്യ മേക്കിംഗ് ശൈലി കൊണ്ട് ഭാരതരാജ എങ്ങനെയാണ് നേരിട്ടത്? സൂപ്പർ താരം ഭാഗ്യരാജ് ഉൾപ്പെടെയുള്ളവരുടെ ഗുരുവായി മാറിയ അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിലെ അധികം ആരും അറിയാതെ ആ കഥകളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. പ്രശസ്ത കന്നഡ സംവിധായകൻ പുട്ടണ്ണ കനകലിംഗിന്റെ അസിസ്റ്റന്റായാണ് ഭാരതരാജ തന്റെ ചലച്ചിത്ര ജീവിതം ആരംഭിക്കുന്നത്. പിന്നീട് പി പുല്ലയ്യ, എം കൃഷ്ണൻ നായർ തുടങ്ങിയ പ്രശസ്തർക്കൊപ്പവും അദ്ദേഹം പ്രവർത്തിച്ചു. ഭാരതരാജ തന്നെ തിരക്കഥ എഴുതിയ 16-ാം വയതിനിലെ യഥാർത്ഥത്തിൽ നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ സഹായത്തോടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആർട്ട് ഫിലിമായി ചെയ്യാനിരുന്നതായിരുന്നു. എന്നാൽ പിന്നീട് തമിഴ് സിനിമയിലെ പല സൂപ്പർ താരങ്ങളുടെയും കരിയർ മാറ്റിവെച്ച വൻ വാണിജ്യ വിജയമായ ഒരു കളർ ചിത്രമായി മാറുകയായിരുന്നു. കമലഹാസനും ശ്രീദേവിയും നായികാനായകന്മാരായി അഭിനയിച്ച ചിത്രത്തിൽ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ആയിരുന്നു വില്ലൻ. തൊട്ടടുത്ത ചിത്രമായ കിഴക്കേ പോകും റെയിലും സമാനമായ വിജയം നേടിയതോടെ ഭാരതരാജയ്ക്ക് ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള സിനിമകൾ മാത്രമേ ചെയ്യാൻ അറിയൂ എന്ന് വിമർശകർ പരിഹസിക്കാൻ തുടങ്ങി. ഈ വിമർശനത്തിനുള്ള മറുപടിയായിരുന്നു 1978 പുറത്തിറങ്ങിയ സികപ്പ് റോജാക്കൾ. സ്ത്രീകളെ വെറുക്കുന്ന ഒരു സൈക്കോപാത്ത് കൊലയാളിയുടെ കഥ പൂർണ്ണമായും പാശ്ചാത്യ ശൈലിയിലാണ് ഭാരതരാജ തിയേറ്ററുകളിൽ എത്തിച്ചത്. കമലഹാസൻ തകർത്താടിയ ഈ ചിത്രം തമിഴ് ക്രൈം ത്രില്ലറുകളുടെ ചരിത്രം തന്നെ തിരുത്തി. തുടർന്ന് ആക്ഷൻ ത്രില്ലറായ ടിക് ടിക്, 1981 പരീക്ഷണ ചിത്രമായ നിഴൽകൾ എന്നിവയിലൂടെ തനിക്ക് ഏത് ജോണറും വഴങ്ങുമെന്നാണ് അദ്ദേഹം തെളിയിച്ചു. എങ്കിലും ഗ്രാമീണ പ്രണയങ്ങൾ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസുകൾ. അലേകൾ ഒയ്വതില്ലേ എന്ന ചലച്ചിത്രത്തിലൂടെ അദ്ദേഹം നവരസ നായകൻ കാർത്തികിനെ സിനിമയ്ക്ക് പരിചയപ്പെടുത്തി. ശിവാജി ഗണേശനും രാധയും തകർത്തഭിനയിച്ച മുതൽ മര്യാദ എന്ന ചിത്രം പ്രായവ്യത്യാസങ്ങൾക്കും ജാതി വ്യത്യാസങ്ങൾക്കും അപ്പുറമുള്ള പ്രണയത്തിന്റെ അതിൻ്റെ എല്ലാ കാവ്യാത്മകതയോടെയും കൂടിയാണ് ദൃശ്യവൽക്കരിച്ചത്. ജാതി വിവേചനങ്ങൾക്കെതിരെ കടുത്ത ഭാഷയിൽ സംസാരിച്ച വേദം പുതിയത്, ശ്രീധന വിപത്തിനെതിരെയുള്ള കരുത്തമ്മ തുടങ്ങിയ ചിത്രങ്ങൾ ഭാരതരാജയിലെ സാമൂഹിക പ്രതിബദ്ധതയുള്ള സംവിധായകനെ അടയാളപ്പെടുത്തുന്നവയായിരുന്നു. 2001 പുറത്തിറങ്ങിയ കടൽപ്പൂക്കൾ എന്ന ചിത്രത്തിലൂടെ മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരവും അദ്ദേഹം സ്വന്തമാക്കി. തമിഴിലെ പ്രശസ്ത സംവിധായകനായ ഭാഗ്യരാജ് ഭാരതരാജയുടെ അസിസ്റ്റന്റ് ഡയറക്ടർമാരിൽ ഒരാളായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. സിനിമയ്ക്ക് പുറമെ ടെലിവിഷൻ രംഗത്തും അദ്ദേഹം തന്റെ സാന്നിധ്യം അറിയിച്ചു. കലയഞ്ചർ ടിവിയിൽ സംപ്രേഷണം ചെയ്ത തെക്കത്തി പൊന്നു എന്ന പരമ്പരയിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ മിനിസ്ക്രീൻ അരങ്ങേറ്റം. കരിയറിന്റെ അവസാന കാലത്ത് വലിപ്പച്ചെറുപ്പമില്ലാത്ത നിരവധി ചിത്രങ്ങളിൽ മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനും ഭാരതരാജയ്ക്ക് സാധിച്ചു. സിനിമയുടെ ഒരൊറ്റ ചട്ടക്കൂടിലും ഒതുങ്ങാൻ വിസമ്മതിച്ച, എപ്പോഴും പുതുമയ്ക്കായി ദാഹിച്ച ആ യുഗപ്രഭാവൻ തമിഴ് സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ വിലമതിക്കാനാകാത്തതാണ്. ഭാരതരാജയുടെ സിനിമകളിൽ നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് വെച്ച ചിത്രം ഏതൊക്കെയാണ്? താഴെ കമന്റ് ചെയ്യൂ. സിനിമാ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.